സ്തോത്രം. നമുക്ക് തലകൾ വണക്കി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകൽ മണിക്കൂറുകളിലൊക്കെ കർത്താവേ ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത അത്ഭുത സ്നേഹത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ, ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ ആരംഭ സമയം നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി അറിയുന്നുവല്ലോ പിതാവേ, സ്തോത്രം. അവിടെ നിന്ന് ഓരോരുത്തരോടും ഹൃദയങ്ങളെ അറിഞ്ഞ് കർത്താവെ നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരുടെ മേലും നിന്റെ മുറിഞ്ഞ കരം വയ്ക്കണമേ. കർത്താവെ, ഞാൻ ശുശ്രൂഷയുടെ മേൽ അവിടുത്തെ സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്മേലും കർത്താവെ, ശുശ്രൂഷന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂടിയൊരു ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും തിരുമുമ്പാകെ താഴ്ത്തുന്നു. കർത്താവെ, തന്നെല്ലാം നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയർക്കായി ജീവിതം തന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ, ആമേൻ. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാമനിക്കെന്തിനു നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാമനിക്കെന്തിനു നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. പുലരിയിൽ പൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ പൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ.
വിരിയുന്ന താരത മിഴികളിൽ നോക്കി ഞാൻ ഉണർന്നു പാടാം. അകലയാകാശത്ത് വിരിയുന്ന താരത മിഴികളിൽ നോക്കി ഞാൻ ഉണർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരൊത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരൊത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. നമുക്ക് ചേർന്ന് പാടാം. യേശുവിൻ നാമത്തിൻ ആരാധന, രാജാതിരാജാവിൻ ആരാധന. നമുക്ക് ചേർന്ന് പാടാം. യേശുവിൻ നാമത്തിനാരാധന, രാജാതിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാനങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതിരാജാവിൻ ആരാധന. വീഴാതെ എന്തെന്തും താങ്ങുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാനങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ,
മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. നീയാണെൻ ദൈവമേ, എൻ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാനങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കയേശു മതി.
ഓരോരുത്തരെയും ഓരോ മക്കളെയും ഈ സന്ധ്യാവേളയിൽ ദൈവകരങ്ങളിലേക്ക് തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്കൊരു ഗാനം ആലപിക്കാം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനെ
നമുക്ക് ഒരു നിമിഷം കൂടി തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിന് നന്ദി. ഹല്ലേലൂയ. നിസ്സാരരായി ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടെ എഴുന്നള്ളി വരുന്നതിന് നന്ദി കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ ഈ കാലം തറവാടിന്റെ അങ്കണത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ നാഥ. ആരെല്ലാം കടന്നു വന്നു എന്ന് പറഞ്ഞാലും നാഥ, നീ എഴുന്നള്ളി വരുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. കർത്താവെ, അവിടുന്ന് സ്വർഗം ചായച്ച് ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടുന്ന് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. കർത്താവെ, അവിടുന്ന് ഏദൻ തോട്ടത്തിലേക്ക് കർത്താവെ എന്ന ആദാമിനെയും ഹവ്വായെയും സന്ദർശിപ്പാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരുന്നവനായ ദൈവമേ, കർത്താവെ ഞങ്ങളെ സന്ദർശിപ്പാൻ അപ്പാ നീ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ. ഞങ്ങൾ നീ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്കളാകുന്നു. ഹല്ലേലൂയ. നിന്റെ മക്കളെ സന്ദർശിപ്പാൻ അവിടുന്ന് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. നീ ഇന്ന് കൂട്ടിവരുത്തിയ ജനത്തിനായി അപ്പനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോരുത്തരെയും നീ വ്യക്തിപരമായി സ്നേഹിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. കർത്താവെ, ഓരോരുത്തരുടെയും ആവശ്യഭാരങ്ങളോടുകൂടി ഇരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. കർത്താവെ, കടഭാരങ്ങളിൽ ഇരിക്കുന്നവർക്ക് കർത്താവെ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ. കർത്താവെ, അപ്പോൾ സ്വന്തമായി ഭവനങ്ങളില്ലാത്തവർക്ക് യേശുവേ അവിടുത്തെ നാമത്തിൽ ചില ഭവനങ്ങൾ ഉണ്ടായി വരട്ടെ. കർത്താവെ, നാളുകളിൽ ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യണമേ. കർത്താവെ, നിങ്ങളിൽ കൂടി കണ്ടിരിക്കുന്ന വേല തികച്ച് കർത്താവെ, വിശുദ്ധിയെ തികച്ച് സ്തുതിയെ തികച്ച് കർത്താവെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു വരുവാൻ ഞങ്ങൾ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രണ്ടാമത്തെ വരവെപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന് വേണ്ടി ഞങ്ങൾ നീ ഒരുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥാ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ആണിപ്പാടുള്ളവരും ഓരോരുത്തരെയും വെക്കണമേ. കർത്താവെ, ഈ ആരംഭ സമയം തന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്ത് നീ സന്ദർശിക്കണമേ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സന്ദർശനം. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ നീ ഞങ്ങളെ സന്ദർശിപ്പാൻ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ അവസ്ഥ നീ അറിയുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ ആത്മാക്കളെ നീ കഴുകണമേ. ഹല്ലേലൂയ. അവിടുത്തെ ക്രൂശിച്ചൊരിഞ്ഞ രക്തം ഹല്ലേലൂയ ഞങ്ങളെ ഈ സമയം ഒന്ന് കഴുകുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവെ, ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും കർത്താവെ അപ്പൊ വന്നുപോയതായ എല്ലാ പാപങ്ങളും കർത്താവെ ഈ ആരംഭ സമയം നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കർത്താവെ, ഇന്ന് ശുദ്ധീകരിക്കുന്ന ദിവസമാക്കണമേ. കർത്താവെ, കഴുകുന്ന ദിവസമാക്കി തീർക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണം. കർത്താവെ, ഹല്ലേലൂയ. അപ്പ ബലപ്പെടുത്തണം. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ശക്തീകരിക്കണം. ഹല്ലേലൂയ. കർത്താവെ, അപ്പ ഞങ്ങളെ ഫലം കായ്ക്കുന്നവരാക്കി സ്വർഗമേ ഞങ്ങളെ ശുശ്രൂഷിപ്പാൻ അവിടെ ഇറങ്ങി വരണം. ഇതിന്റെ ദൂതന്മാരെ അയക്കണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മാക്കളെ ഇന്ന് അഭിഷേകം ചെയ്ത് പറഞ്ഞയക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പുതിയ അഭിഷേകം പകരുന്ന രാത്രിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആത്മാക്കളെ നിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. കർത്താവെ, ആത്മാവിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറകളെയും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാണന്റെ അരിഷ്ടതകളെ സുഖപ്പെടുത്തുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറകളെയും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകളെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറകളെയും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പാ സ്തോത്രം. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നിനക്കായി തുറക്കുന്നു. അപ്പാ ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് തീയായി ഇറങ്ങി വരണമേ. വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം, പണികൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ചേർന്ന് പാടാം. സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ
എന്നിൽ ഒഴുകണമേ. തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. അത് മുട്ടോളം അരയോളം എന്നിൽ കവിയണമേ. അത് മുട്ടോളം അരയോളം എന്നിൽ കവിയണമേ. നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓ സാന്നിധ്യമേ, എന്നും കൂടെയിരിപ്പാൻ എന്റെ ഉള്ളിൽ വന്നവനേ, തന്റെ ജ്ഞാനം നൽകാൻ എന്നിൽ വന്നു വസിച്ചവനേ, എന്നും കൂടെയിരിപ്പാൻ എന്റെ ഉള്ളിൽ വന്നവനേ, തന്റെ ജ്ഞാനം നൽകാൻ എന്നിൽ വന്നു വസിച്ചവനേ, സമാധാനം നൽകി ആശ്വാസം നൽകി, സമാധാനം നൽകി ആശ്വാസം നൽകി, എന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥ, എന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥ, സാന്നിധ്യമേ, ഓ സാന്നിധ്യമേ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇന്നും കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിൽ ദൈവം ഇന്ന് ഭാഗ്യം തന്നിരിക്കുകയാണ്. നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാവുന്നു. നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവരാജ്യം തികച്ചും ഒരു യാഥാർത്ഥ്യമെന്ന് നാം കണ്ടു. ഇന്ന് നാം സ്വർഗം ദൈവത്തിന്റെ മഹാസ്നേഹമാണ് എന്ന് ചിന്തിക്കാൻ പോവുകയാണ്. സ്വർഗം എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാസ്നേഹം നിറഞ്ഞതായ ഒരു സ്ഥലം. ഹല്ലേലൂയ. ദൈവം സ്നേഹമാണ്. സ്വർഗത്തിന്റെ അന്തരീക്ഷം തന്നെ സ്നേഹമാണ്. അവിടുത്തെ വെളിച്ചവും അവിടുത്തെ ജീവനും എല്ലാം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്നത്തെ ഈ രാത്രി ഈ സ്വർഗീയ സ്നേഹം നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊതിക്കുക, എനിക്ക് സ്വർഗത്തിന്റെ സ്നേഹത്തിന്റെ നിറവ് വേണമെന്ന് കൊതിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവിക സ്നേഹത്തിന് വേണ്ടി നാം ഓരോരുത്തരും കൊതിക്കുക. ഹല്ലേലൂയ. സ്വർഗം സ്നേഹമാണ്. ഹല്ലേലൂയ. കർത്താവ് സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. സ്നേഹത്തിന്റെ പൂർണ്ണത കർത്താവിൽ മാത്രമേ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യരുടെ സ്നേഹത്തിനെല്ലാം വിടവുകളുണ്ട്. എന്നാൽ കർത്താവിന്റെ വലിയ സ്നേഹം ആ വിടവുകൾ നികത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. ചിലർക്ക് അവരുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാട്, ഒന്നെങ്കിൽ ഭർത്താവ് വേർപെട്ടിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ വേർപെട്ടിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ അച്ഛൻ, അല്ലെങ്കിൽ അവരുടെ അമ്മ, അല്ലെങ്കിൽ അവരുടെ മക്കൾ വേർപെട്ടിരിക്കാം. എന്നാൽ ഇവരുടെ എല്ലാം വേർപാട് ഉണ്ടാക്കിയതായ ചില മുറിവുകൾ ഉണക്കുവാൻ ഇന്ന് യേശുവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തക്കാർ മാറ്റപ്പെട്ടിരിക്കാം, നമ്മുടെ മാതാപിതാക്കൾ മാറ്റപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നായ മുറിവുകൾ ഇന്ന് ഉണക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലെ മുറിവുകൾ ഇന്ന് യേശു കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശു പറയുകയാണ്, ലൂക്കോസ് 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും
കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അതെ, യേശു പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ശേഷം തന്റെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ യേശുവിന്റെ കരങ്ങളിലേക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് കൊടുക്കുകയാണ് അവിടുത്തെ ശുശ്രൂഷകൻ. ആ സമയം യേശു പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് യേശു എന്ന് പറയുകയാണ്. അതായത് പിതാവിന്റെ ആത്മാവ് യേശുവിന്റെ മേലുണ്ട് എന്ന്. എന്തിന്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ആരംഭ സമയം നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർക്ക് കൊതിയുണ്ട് കർത്താവിന്റെ അഭിഷേകം പ്രാപിക്കണമെന്ന്? പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊതിക്കണം, എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമെന്ന്. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് പല അഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുമായിരുന്നു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും കൊതിക്കണം സ്വർഗത്തിന്റെ ഒരു അഭിഷേകം കിട്ടുക എന്ന്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന്. ബദ്ധന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം കേൾക്കുന്നത് എന്താണ്? ഈ പ്രസംഗത്തിൽ കൂടി കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ബന്ധനത്തിൽ ഇരിക്കുന്നവരെ അവൻ വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. കുരുടന്മാരായിരിക്കുന്നവർക്ക് കാഴ്ച ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്ന് കുരുടന്മാരായിരുന്നില്ല, പക്ഷേ ആത്മാവിന്റെ കണ്ണുകളിൽ നടന്നിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, അവൻ ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ കണ്ണിന് മുമ്പേ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധനം ചെയ്ത് മയക്കിയത് ആരെയെന്ന ഒരു വാക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെ, ക്രൂശിക്കപ്പെട്ടവരായ യേശുവിനെ കാണുവാൻ കഴിയാതെ നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ പ്രിയപ്പെട്ടവരെ ഈ സമയം? എങ്കിൽ യേശു ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. യേശുവിന്റെ ആത്മാവ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് നമുക്ക് ആത്മക്കണ്ണുകൾ തുറന്നു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കാഴ്ച, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് യേശു പറയുകയാണ്. പീഡിതന്മാരെ വിടുവിച്ചയക്കുന്നവനായ യേശു കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. ഹല്ലേലൂയ. യേശു പ്രസംഗിച്ചുകൊണ്ട് നടന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ പിതാവിന്റെ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് യേശു പരിശുദ്ധ ശുശ്രൂഷ ചെയ്തു. 3.5 വർഷക്കാലം അവൻ പരിശുദ്ധ ശുശ്രൂഷ ചെയ്തു. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ മഹാസ്നേഹം അനുഭവിച്ചുകൊണ്ട് യേശു ഇതാ വേല ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, The Spirit of the Lord is on me, because he has anointed me to preach good news to the poor. He has sent me to proclaim freedom for the prisoners and a recovery of sight for the blind, to release them, a priest to proclaim the year of the Lord's favor. അതെ, ദൈവത്തിന് പ്രസാദമുള്ളവരെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. അതെ, സ്വർഗത്തിന്റെ മഹാസ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നമ്മെ ഈ സമയം സന്ദർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമുക്ക് വചനം കേൾക്കാം, വചനം വായിക്കാം. 18-ാം സങ്കീർത്തനം 19-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു എന്ന്. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. അതെ, പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് ഞെരുങ്ങിയ സാഹചര്യത്തിൽ ഇരിക്കുകയാണോ? നീ ഇന്ന് ഇടുക്കമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ? ഹല്ലേലൂയ. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു എന്ന്. സങ്കീർത്തനക്കാരനായ ദാവീദാണ് ഇത് പറയുന്നത്. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്ന്. നിങ്ങൾ എത്ര പേര് കൊതിക്കുന്നു എനിക്ക് ദൈവം ഒരു വിശാലത തരുമെന്ന്? ഹല്ലേലൂയ. ദാവീദിന് വിശാലത കൊടുത്തവനായ ദൈവം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഞെരുക്കങ്ങൾ മാറ്റി നമുക്കൊരു വിശാലത തരികയാണ്. എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചുവെന്ന്. അതെ, ദാവീദിൽ ദൈവം പ്രസാദിച്ചുവെന്ന്, തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെ ദൈവം സാക്ഷിക്കുകയാണ്. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു എന്ന്. He brought me out into a spacious place. He rescued me because
ബി ഡിലൈറ്റഡ് ഇൻ മീ. പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ മഹാസ്നേഹം ഇപ്പോൾ നിന്നെ സന്ദർശിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് നീ ഞെരുങ്ങിയ സ്ഥലത്ത് പാർക്കുന്നവനാണോ? നിനക്കൊരു വിശാലത തരുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. നീ ഞെരുക്കത്തിന്റെ വഴിയിൽ കൂടിയാണോ പോകുന്നത്? നീ വിശ്വസിക്കും മകനെ, നിന്റെ വഴികൾ ഇന്ന് തുറക്കും. ഹല്ലേലൂയ. നിനക്ക് ദൈവം ഒരു വിശാലത തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദിന് വിശാലത കൊടുത്തവനായ ദൈവം, ദാവീദിനെ രാജാവാക്കിയവനായ ദൈവം, ആ ഇടയ ബാലനായ ദാവീദിനെ ആ രാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തവനായ ദൈവം, ഹല്ലേലൂയ, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ട് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സ്വർഗം ദൈവത്തിന്റെ മഹാസ്നേഹമാണ് എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ മഹാസ്നേഹത്താൽ എനിക്ക് നിറയപ്പെടണമെന്ന്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര ആശ്വാസമുള്ള വാക്കുകളാണ് ഇവിടെ നാം കേൾക്കുന്നത്. യഹോവ ദൂരത്ത് നിന്ന് യിരെമ്യാവിന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. എത്ര പേര് നിങ്ങൾ കൊതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷത. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന് പ്രത്യക്ഷനായ ദൈവമേ, നിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നു. ഹല്ലേലൂയ. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ ഭൂമിയിലെ നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹമില്ലായിരിക്കാം, നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് സ്നേഹമില്ലായിരിക്കാം, നിന്റെ മാതാപിതാക്കൾക്ക് നിന്നോട് സ്നേഹമില്ലായിരിക്കാം, നിന്റെ മക്കൾക്ക് നിന്നോട് സ്നേഹമില്ലായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു ദൈവം പറയുകയാണ്, നമ്മുടെ ദൈവം പറയുകയാണ്, യഹോവ പ്രത്യക്ഷനായി പറയുകയാണ്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ഹല്ലേലൂയ. അവൻ ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കാലത്തിന്റെ അവസാന വിനാഴിക വരെയും അവൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ വാഗ്ദത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് കൊതിയുണ്ട് ഈ ദൈവസ്നേഹത്താൽ എനിക്ക് നിറയപ്പെടണമെന്ന്? ഹല്ലേലൂയ. സ്വർഗം ദൈവത്തിന്റെ മഹാസ്നേഹമുള്ള സ്ഥലം. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ നാം കടന്നു ചെല്ലുന്നതിന് മുമ്പ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് സ്നേഹത്താൽ നിറയപ്പെടണം. ഹല്ലേലൂയ. The Lord appeared to us in the past, saying, I have loved you with an everlasting love. I have drawn you with loving kindness. അതെ പ്രിയപ്പെട്ടവരെ, ദയ ദീർഘമാക്കിയിരിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. നമുക്ക് ഈ ദൈവത്തെ സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ, കാരണം എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊന്ന് തുറന്ന് പറയാമോ പ്രിയപ്പെട്ടവരെ? എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു നിത്യസ്നേഹം കൊണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ നിത്യസ്നേഹം? അത് അവസാനമില്ലാത്ത സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അവനെ സ്തുതിക്കാൻ നമുക്ക് വകയുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കാം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. റോമർക്കെഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹം, സ്വർഗം ദൈവത്തിന്റെ മഹാസ്നേഹമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന്. ഇപ്രകാരം നമുക്ക് പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ഇപ്രകാരം പറയുവാൻ കഴിയുമോ? എന്തൊക്കെ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു എന്ന്. ജയം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം?
നമ്മെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട്, സ്വർഗം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം വേണം. എങ്കിൽ എന്തിനൊക്കെ ജയിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണം നമുക്കും എടുക്കണം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം അതെന്തെല്ലാം വന്നാലും ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുമെന്നൊരു സമർപ്പണം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് എടുക്കാം. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്നെ പ്രേമിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ചങ്ങോട്ടൊന്ന് സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതെല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കണം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് സ്നേഹത്തിന്റെ ഒരു നീരൊഴുക്ക്. ഹല്ലേലൂയ. ചില സ്നേഹങ്ങളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. കർത്താവെ, എന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരുടെ ജീവിത ഭാരങ്ങൾ, ഹല്ലേലൂയ, ചില ദുഃഖതപ്തമായ ചില കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത് കൊണ്ട് ഈ സ്നേഹം ഒഴുകാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചില തടസ്സങ്ങൾ മാറുകയാണ്. കർത്താവ് കടന്നു വരികയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന്. സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക് കർത്താവ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവന് നിന്റെ സ്നേഹം വേണം. ദൈവം നമ്മെ കേൾപ്പിച്ചു, അവൻ നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചു എന്ന്. പക്ഷെ ദൈവം വീണ്ടും ആഗ്രഹിക്കുന്നു നിന്റെ സ്നേഹം അവന് വേണമെന്ന്. പ്രിയപ്പെട്ടവരെ, നിനക്ക് പറയുവാൻ കഴിയുമോ ഞാൻ യേശുവിനെ സ്നേഹിക്കുമെന്ന്? എത്ര പേർക്ക് പറയുവാൻ കഴിയും യേശുവിന് നിങ്ങളുടെ സ്നേഹം വേണമെന്ന്? ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇന്ന് പൗലോസിനോട് ചേർന്ന്, അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ഇന്ന് ഈ സമർപ്പണം നാം പുതുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നോ ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ conquerors through him who loved us. For I am convinced that neither death nor life, neither angels nor demons, neither the present nor the future, nor any powers, neither height nor depth, nor anything else in all creation will be able to separate us from the love of God that is in Christ Jesus our Lord. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാമെന്ന് ഇന്ന് യേശു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ തന്റെ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെ ഇന്ന് നമ്മുടെ അരികിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. കാരണം അവൻ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചു. മാത്രമല്ല, സ്വർഗം ദൈവത്തിന്റെ മഹാസ്നേഹമാണ്. അവിടെ ചെന്ന് ആ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് നീ കടന്നു ചെല്ലുന്നതിന് മുമ്പ് നിന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിന്നെ സ്നേഹത്താൽ നിറയ്ക്കുന്നവൻ ദൈവമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നേഹത്താൽ നിറയപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പ് സ്നേഹം നമ്മുടെ മധ്യത്തിൽ നിറയപ്പെടണം. അത് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിൽ കൂടി നാം മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവരായി തീരുക. പ്രിയപ്പെട്ടവരെ, അതിന് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതുകയാണ് ഈ സ്നേഹത്തെ കുറിച്ച്. എന്താണ് സ്വർഗത്തിന്റെ സ്നേഹമെന്ന് വായിച്ചു കേൾക്കാം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് നാം വായിച്ചു കേട്ടത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ.
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. പ്രിയപ്പെട്ടവരെ, എത്ര പേർ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങളെ സ്വർഗത്തിന്റെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഇന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്നത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വർഗത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് വേണമപ്പ ഞങ്ങളെ ഇന്ന് പറഞ്ഞു വിടാൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ദൈവം, സ്വർഗത്തിലെ സ്നേഹവാനായ ദൈവം ഇന്ന് നമ്മളെ ആത്മീകമായ ചില അനുഗ്രഹങ്ങൾ നൽകുകയാണ്. അപ്പാ, ഞങ്ങളുടെ ആത്മാവിനെ നീ ഒന്ന് അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, അപ്പാ എന്റെ ആത്മാവിനെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന്. ഹല്ലേലൂയ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹം വേണം? ഹല്ലേലൂയ. കർത്താവ് എന്തിനാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം. ഹല്ലേലൂയ. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും, അതേ പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. യേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അത് ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നിന്നെ യേശുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്ന്. അതേ, കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്ന്. അതേ, സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വം. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മേൽ കൃപയും മഹത്വവും അവൻ സൗജന്യമായി നൽകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ കൊതിക്കുന്നു, കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് നിന്റെ കൃപ വേണം, ഞങ്ങൾക്ക് നിന്റെ മഹത്വത്താൽ നിറയപ്പെടണം. ഹല്ലേലൂയ. ഓ, അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ തെരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. Praise be to the God and Father of our Lord Jesus Christ, who has blessed us in the heavenly realms with every spiritual blessing in Christ, for he chose us in him before the creation of the world to be holy and blameless in his sight. In love he predestined us to be adopted as his sons through Jesus Christ in accordance with his pleasure and will, to the praise of his glorious grace, which he has freely given us in the one he loves. അതെ, നമ്മളെ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്ന് പാടാം. തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ പാട്ടുകൾ അറിയാവുന്നവർ ചേർന്ന് പാടുക. നമുക്ക് ചേർന്ന് പാടാം. തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ, യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ, യോഗ്യത ലേശവുമില്ലാതെ. ആയുസ്സിലിതുപോലൊരു ഭാഗ്യം ആയുസ്സിലിതുപോലൊരു ഭാഗ്യം, ജയ ജയ ജീവിത രഹസ്യമിതേ, മരുവിന്റെ ജീവിത സമരത്തിൽ, മരുവിന്റെ ജീവിത സമരത്തിൽ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ, യോഗ്യത ലേശവുമില്ലാതെ. ഭയമിനി വേണ്ട
യാക്കോബേ എന്ന് യാഹവനരുളിയതാ. പോകുന്നു രക്ഷയിൻ വാർത്തയുമാ, ഭയമിനി വേണ്ട യാക്കോബേ എന്ന് യാഹവനരുളിയതാ. പോകുന്നു രക്ഷയിൻ വാർത്തയുമാ, ജയം തരും ബലം തരും ദൂതു തരും. ജയം തരും ബലം തരും ദൂതു തരും. സന്നിധി കൂടുന്നു പോന്നീടും, പിന്നിവിടെന്തു ഭയം നീടാൻ. സന്നിധി കൂടുന്നു പോന്നീടും, പിന്നിവിടെന്തു ഭയം നീടാൻ. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാദിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ അനുദിനം പെരുകി സ്വസ്ഥതയില്ലാതെ. പാദത്തിലണയുന്ന നേരത്ത് വൈരിയൻ പോരുകൾ അനുദിനം പെരുകി സ്വസ്ഥതയില്ലാതെ. പാദത്തിലണയുന്ന നേരത്ത് ഉന്നതനേശുവിൻ സന്നിധിയെ, ഉന്നതനേശുവിൻ സന്നിധിയെ, ഉന്നതനേശുവിൻ സന്നിധിയെ. ഖിന്നത നീക്കുന്ന ഏകയിടം ചാരുവാനുത്തമമാറിടമേ. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാദിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാദിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ മേഘത്തിൻ തണലും വാഗ്ദത്തത്തിൻ വചനം. പാതയിൽ മുടങ്ങാതെ കിടന്നോ, പാറയിൽ നിന്നുള്ള ശുദ്ധജലം. പാറയിൽ നിന്നുള്ള ശുദ്ധജലം. ദാഹം തീരെ കുടിച്ചിടാം, ക്ഷീണം തീർക്കുവതതിവേഗം. ക്ഷീണം തീർക്കുവതതിവേഗം. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാദിൻ കരുണയിതേ.
യോഗ്യത ലേശവുമില്ലാതെ. ഒന്നുമില്ലീശോ തന്നിടുന്നെയുമേ. കുശവൻ കയ്യിൽ കളിമൺ പോ തിരുഹിതമിതുപോ അതുപോലെ തിരുഹിതമതുപോ അതുപോലെ രൂപപ്പെടുത്തണമെന്നുമേ. സാഹിപ്പതിനുള്ളൊരു കൃപ മതിയേ, സാഹിപ്പതിനുള്ളൊരു കൃപ മതിയേ. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ. വിശുദ്ധരിൻ കൂട്ടം ദിക്കുകളിൽ നിന്നും ചേരുമെന്നേഴയും അവരോട്. ഒരു ദിനം വരുമേ വിശുദ്ധരിൻ കൂട്ടം ദിക്കുകളിൽ നിന്നും ചേരുമെന്നേഴയും അവരോട്. ശോഭിതമം സദസവനാലേ ശോഭിതമം സദസവനാലേ. ഇരുളിൽ കാണികയോ ഇല്ലവിടെ കുഞ്ഞാടാണതിൻ ദീപമെന്ന്, കുഞ്ഞാടാണതിൻ ദീപമെന്ന്. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ. ആയുസ്സിലിതുപോലൊരു ഭാഗ്യം, ആയുസ്സിലിതുപോലൊരു ഭാഗ്യം. ജയ ജയ ജീവിത രഹസ്യമിതേ. മരുവിലെ ജീവിത സമരത്തിൽ, മരുവിലെ ജീവിത സമരത്തിൽ തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവാനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരും
ഹല്ലേലൂയ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഈ മരുവിലെ ജീവിത സമരത്തിൽ അവനെ സ്തുതിച്ച് പാടി സ്തുതിപ്പാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ വരും. ഹല്ലേലൂയ. ദിക്കുകളിൽ നിന്ന് വിശുദ്ധന്മാർ വരുമ്പോൾ ഞാനും അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ആ സ്നേഹ സാമ്രാജ്യത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ സ്വർഗരാജ്യത്തിൽ, ആ മഹാസ്നേഹം നിറഞ്ഞ ആ സാമ്രാജ്യത്തിൽ ഞാനും ഉണ്ടാവുമെന്ന്. ഹല്ലേലൂയ. അതേ മകനെ, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അതിന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, തുടർന്ന് റോമർക്ക് ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയെന്ന്. അപ്പാ ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു ടേസ്റ്റ്. ഹല്ലേലൂയ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പറയാൻ റോമർക്ക് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയെന്ന്. അതേ പ്രിയമകനെ, പ്രിയമകളെ, ഹല്ലേലൂയ, നിന്റെ ആത്മാവിൽ നീതി തരുവാൻ, നിന്റെ ആത്മാവിന് സമാധാനം തരുവാൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം തരുവാൻ അവൻ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്ക് ഇന്ന് വേറെ ഒന്നും തന്നുവിടാനില്ല അവന്റെ കയ്യിൽ. പക്ഷെ അവൻ ഇന്ന് സ്നേഹത്താലും നിറയ്ക്കും, നിങ്ങളെ സന്തോഷത്താലും ഇന്ന് നിറയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീതിയും സമാധാനവും സന്തോഷവും തരും. പ്രിയപ്പെട്ടവരെ, ഈ ലോകം തരാത്തതായ സന്തോഷവും സമാധാനവും. ഹല്ലേലൂയ. കർത്താവേ, പാപത്തിന്റെ ഇമ്പങ്ങൾക്ക് തരാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും ഹല്ലേലൂയ ഇന്ന് ഞങ്ങൾക്ക് നിറയ്ക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടിയവരാണ് കർത്താവേ. സുഖഭോഗ ഇമ്പങ്ങളുടെ പിന്നാലെ ഞങ്ങൾ പാഞ്ഞവരാണ്. അതൊന്നും യഥാർത്ഥമായ സന്തോഷവും സമാധാനവും തന്നില്ല. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സന്തോഷം തരുവാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ സന്തോഷവും നീതി സമാധാനവും നൽകുവാൻ ദൈവരാജ്യത്തിന്റെ ടേസ്റ്റ് ഇന്ന് നമ്മുടെ മേൽ പകരുകയാണ്. അപ്പാ, പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളെ ഒന്ന് അഭിഷേകം ചെയ്യണമേ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഇന്ന് നിങ്ങളുടെ മേൽ പകരും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. For the kingdom of God is not a matter of eating and drinking, but of righteousness, peace and joy in the Holy Spirit. Hallelujah. പരിശുദ്ധാത്മാവിന്റെ joy and peace and righteousness. പ്രിയപ്പെട്ടവരെ, നീതീകരണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കൊതിയുണ്ടോ? നിങ്ങളെ നീതിമാന്മാരെന്ന സ്വർഗത്തിലെ ദൈവം മുദ്രകുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ നീതീകരണം അനുഭവിക്കണം? സ്വർഗത്തിലെ ദൈവം നമ്മെ നീതിമാന്മാരെന്ന് എണ്ണുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവം നീതിമാന്മാരാക്കുന്നത്? ഈ റൈറ്റ്യസ്നെസ് എങ്ങനെയാണ് ദൈവം തരുന്നത്? പ്രിയപ്പെട്ടവരെ, നാം ഒരു കഥ ഇപ്രകാരം പറഞ്ഞു കേൾക്കാം. ഒരു കോടതിയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രതിയെ കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. പക്ഷേ ആ പ്രതി അവിടെ ചെന്നപ്പോൾ തൻ്റെ കൂടെ പഠിച്ച തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ ജഡ്ജി. അപ്പൊ ജഡ്ജി ഇതെല്ലാം കേട്ടു. അദ്ദേഹത്തിന്റെ തെറ്റുകളും കുറ്റങ്ങളെല്ലാം വാദിച്ചതെല്ലാം കേട്ടു. അവസാനം ആ ജഡ്ജി ശിക്ഷ വിധിക്കുകയാണ്. ഒരു 10 ലക്ഷം രൂപ പഴിയായിട്ട് അടച്ച ശേഷം നീ പൊക്കോ എന്നാണ് വിധി പറഞ്ഞത്. പക്ഷേ ആ കൂട്ടുകാരൻ വിചാരിച്ചു, അയ്യോ എന്തൊരു വിധിയാണ് തന്നത്. ഒന്നുമല്ലെങ്കിലും എൻ്റെ കൂടെ പഠിച്ച ആളായിട്ട് പോലും ആ 10 ലക്ഷം രൂപ എനിക്ക് വിധിച്ചല്ലോ എന്ന് അന്നേരം ചിന്തിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അദ്ദേഹത്തെ റിലീസ് ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ച അത്ഭുതം? പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടുകാരന് വേണ്ടി, ഈ കൂട്ടുകാരനായ ഈ കുറ്റവാളിക്ക് വേണ്ടി ഈ ജഡ്ജി തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ആ കോടതിയിൽ അടയ്ക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവനെ അവിടെ നിന്ന് സൗജന്യമായിട്ട് പറഞ്ഞയച്ചത്. അതാണ് സൗജന്യമായ നീതീകരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ വന്നത് നോക്കിയാൽ ശരിക്കും നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിത്യ നരകത്തിന്റെ ശിക്ഷ മാത്രമേ നാം അർഹിക്കപ്പെടുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നരകത്തിന്റെ ശിക്ഷ, നിത്യ നരകത്തിൽ പോയി നരകത്തിന്റെ തീയിൽ നമ്മുടെ ആത്മാക്കൾ വെന്തെരിയപ്പെടേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചവനായ ദൈവം തന്റെ അരുമ കുമാരനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ മേലുള്ള എല്ലാ പാപത്തിന്റെ ശിക്ഷയും ശാപത്തിന്റെ ശിക്ഷയും എല്ലാ രോഗങ്ങളും തന്റെ പുത്രന്റെ മേലിലേക്ക് ആക്കി.
പ്രിയപ്പെട്ടവരെ, ആരാണ് ആക്കിയത്? നമ്മളാണോ ആക്കിയത്? അല്ല പ്രിയപ്പെട്ടവരെ, പിതാവാം ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള ചാർജ് ഷീറ്റുകളെല്ലാം ആ പുത്രന്റെ മേലിലേക്ക് ആക്കി. ഹല്ലേലൂയ. അതിനുശേഷം അവനെ തകർത്ത് കളയുവാൻ വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏൽക്കേണ്ട ശിക്ഷയാണ്, ഞാൻ ഏൽക്കേണ്ട ശിക്ഷയാണ് എന്റെ യേശു ക്രൂശിൽ വഹിച്ചത്. ഹല്ലേലൂയ. എന്റെ കരങ്ങളിലേക്കായിരുന്നു കാര്യനിർമ്മാണങ്ങൾ അടിക്കേണ്ടിയിരുന്നത്, എന്റെ ഹൃദയത്തിലേക്കായിരുന്നു കുന്നുകൊണ്ട് കുത്തേണ്ടിയിരുന്നത്, എന്റെ ശിരസിലേക്കായിരുന്നു മുൾമുടി വെക്കേണ്ടിയിരുന്നത്. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് അവൻ നമുക്ക് വേണ്ടി ശാപമാക്കി. പ്രിയപ്പെട്ടവരെ, പിതാവാം ദൈവം നിന്റെ മേൽ വരേണ്ടതായ നരകശിക്ഷയെല്ലാം ആ നരകം യേശു രുചി നോക്കി. പ്രിയപ്പെട്ടവരെ, എന്തിന്? ഹല്ലേലൂയ. അതാണ് സ്വർഗത്തിന്റെ നിത്യസ്നേഹം, നിന്നിൽ വെച്ചിരിക്കുന്ന നിത്യസ്നേഹം. ഹല്ലേലൂയ. നീ അപ്പന്റെ സ്നേഹം മറന്നു കളയരുത്. ഹല്ലേലൂയ. അവൻ നിന്നെ സൗജന്യമായി നിനക്ക് നീതീകരണം തരികയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ഒരു പുണ്യപ്രവൃത്തികളുമല്ല നിന്നെ നീതിമാനാക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ എന്തെങ്കിലും പുണ്യകരമായ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തി നോക്കിയിട്ടല്ല നിന്നെ റൈറ്റ്യസ്നസ് തരുന്നത്. പ്രിയപ്പെട്ടവരെ, നിനക്ക് സൗജന്യമായി നീതീകരണം ദൈവം തരികയാണ്. നിന്റെ മേൽ ഏൽക്കേണ്ടതായ ശിക്ഷയെല്ലാം തന്റെ പുത്രന്റെ മേൽ പിതാവാം ദൈവമാക്കി. ഹല്ലേലൂയ. നിന്നെ സൗജന്യമായിട്ട് അവൻ അയക്കുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രനാണ്. പ്രിയപ്പെട്ടവരെ, അവനെ നമുക്ക് സ്തുതിക്കാൻ വകയുണ്ട്. നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ, ശാപങ്ങളുടെ ശിക്ഷ എല്ലാം എന്റെ യേശുവിന്റെ മേൽ വഹിച്ചതുകൊണ്ടാണ് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവജനമേ, യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അത് നമ്മുടെ അവകാശമാണ്. അതാണ് സ്വർഗം നമ്മളോട് കാണിക്കുന്ന നിത്യമഹാസ്നേഹം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വർഗം നമുക്ക് റൈറ്റ്യസ്നസ് നൽകുന്നു, സമാധാനം നൽകുന്നു, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നൽകുന്നു. കർത്താവേ, എന്ന സന്തോഷത്താൽ ഞങ്ങൾ നിറയ്ക്കണം, ഞങ്ങളുടെ ആത്മാവിൽ സന്തോഷം നൽകണം. ഹല്ലേലൂയ. കർത്താവേ, നാളുകളായി ഒന്ന് ചിരിച്ചിട്ട്, ഹല്ലേലൂയ, ഒന്ന് ഉള്ളു തുറന്ന് ചിരിച്ചിട്ട് നാളുകളായോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിരിക്കൂ. ഹല്ലേലൂയ. പരസ്പരം ചിരിക്കൂ. ഹല്ലേലൂയ. ഉള്ളു തുറന്ന് ചിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സന്തോഷം തരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹിതന്മാർ ആരെങ്കിലും ഇതുപോലെ ദുഃഖിതരായിട്ട് ഇരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാളുകളായി ചിരിച്ചിട്ട്. ഹല്ലേലൂയ. കാരണം ഹൃദയത്തിൽ നിന്നൊന്ന് ചിരിച്ചിട്ട് നാളുകളായി. കർത്താവേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഞങ്ങളുടെ ആത്മാവിൽ നൽകണമേ. ഞങ്ങൾക്ക് ഹൃദയം തുറന്നൊന്ന് ചിരിക്കണമപ്പാ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിൽ നിന്ന് സന്തോഷം നൽകും. ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും, കർത്താവേ, ഓൺലൈൻ വഴിയായി ഞങ്ങളെ കേൾക്കുന്നവരുടെ മേലും ഈ സ്വർഗീയ സന്തോഷം എന്റെ അപ്പം പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സന്തോഷത്താൽ നിറച്ചനുഗ്രഹിക്കണമേ. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, വിചാരം എന്ന് പറഞ്ഞാൽ ഭാരമാണ് എന്ന്. ഇന്ന് അനേകർ വിചാരപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വിചാരമാണ്. ഇനി അടുത്ത ദിവസം എങ്ങനെയാണ് ആ വിചാരപ്പെടൽ? ഹല്ലേലൂയ. ഈ സമയം മുതൽ നീ തെല്ല് ഭാരപ്പെടരുതെന്ന് കർത്താവ് പറയുകയാണ്. ഈ സമയം മുതൽ നീ തെല്ല് ഭാരം എടുക്കണ്ട എന്ന്. വിചാരപ്പെടുന്നത് പാപമാണ്. സത്യസന്ധതയും താഴ്മയും കർത്താവിന് വളരെ താല്പര്യമാണെന്ന്. സത്യസന്ധത, നിന്റെ ഉള്ളതുപോലെ പറഞ്ഞാൽ എന്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. കർത്താവ്, എന്റെ അവസ്ഥ ഇതാണെന്ന് നീ ഒന്ന് തുറന്നു വെക്കൂ. നിന്റെ ഹൃദയം കർത്താവിന്റെ പാദത്തിലൊന്ന് തുറന്നു വെക്കൂ. ആ ക്രൂസിന്റെ ചുവട്ടിൽ ചങ്ക് പൊട്ടി ഒഴുകിയവന്റെ, ഹല്ലേലൂയ, ഹൃദയം കുത്തി മുറിവേൽപ്പിച്ചവന്റെങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ആ രക്തവും വെള്ളവും ഒഴുകിയ എന്റെ യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ആ രക്തം ഇറ്റിറ്റ് വീഴുന്ന ക്രൂസിന്റെ ചുവട്ടിൽ നിന്റെ ഹൃദയം നീ തുറന്നു വെക്കൂ. ഹല്ലേലൂയ. ഒരു തുള്ളി രക്തം ഇന്ന് നിന്റെ ഹൃദയത്തിൽ വീഴ്ത്തിയിട്ട് പോകണം. ഇവിടെ നിന്ന് ഈ കാൽവരിത്രവാടിന്റെ മുറ്റത്തു നിന്നും നിങ്ങൾ മടങ്ങിപ്പോകുവാൻ. ഹല്ലേലൂയ. ആ ഗോകുൽത്തായിലെ ക്രൂസിന്റെ ചുവട്ടിൽ, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു വെക്കുക. യേശുവിന്റെ ഒരു തുള്ളി രക്തം ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ വീഴ്ത്തി നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്, കഴുകിയാൻ പോവുകയാണ്. നിന്റെ ബോധ മനസ്സ്, നിന്റെ ഉപബോധ മനസ്സെല്ലാം കർത്താവ് നിന്റെ രക്തത്താൽ കഴുകുകയാണ്. എന്തിനാണ്? പരിശുദ്ധാത്മാവിന് അവിടെ കടന്നു വരണം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചെടുത്ത് മാത്രമേ പരിശുദ്ധാത്മാവിന് കടന്നു വന്നിരിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ രക്തത്തിന്റെ സുഗന്ധം. ഹല്ലേലൂയ. ആ രക്തത്തിന്റെ പരിശുദ്ധി. ഹല്ലേലൂയ. ആ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തി. ഹല്ലേലൂയ. ആ ഒരു തുള്ളി രക്തം നിന്റെ മേൽ വീണാൽ നിന്റെ മേലുള്ള എല്ലാ ബാധകളും മാറും. ഹല്ലേലൂയ. നിന്റെ മേലുള്ള എല്ലാ ഭൂതബാധകളും യേശുവിന്റെ നാമത്തിൽ മാറും. ഹല്ലേലൂയ.
കർത്താവെ, ഒരു തുള്ളി രക്തം എന്റെ തലച്ചോറിലൊന്ന് വീഴ്ത്തണമേ കർത്താവെ. ഞങ്ങളുടെ മാനസികമായ വൈകല്യങ്ങൾ സൗഖ്യമാകും. ഹല്ലേലൂയ. ഞങ്ങളുടെ തലച്ചോറിന് കഴുകണമേ. ഹല്ലേലൂയ. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. എന്നും പ്രാർത്ഥിക്കണം. പഠിക്കുന്നതിന് മുമ്പ് യേശുവേ, നിന്റെ രക്തത്താൽ ഒരു തുള്ളി രക്തം എന്റെ തലച്ചോറിലൊന്ന് വീഴ്ത്തി എന്റെ തലച്ചോറിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന്, കഴുകണമേ എന്ന് നിങ്ങൾ എന്നും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പഠിക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ രേഖപ്പെടുത്തി വെക്കും. നിങ്ങളുടെ തലച്ചോറ് പ്യുവറാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം വീണാൽ അവിടെ പ്യുവറാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊതിക്കുക. ഹല്ലേലൂയ. താഴ്മയും സത്യസന്ധതയും താഴ്മയും കർത്താവിന് വളരെ താല്പര്യമാണെന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവജനമേ, നാം എന്താണ് വായിച്ചു കേട്ടത്? ചില കാര്യങ്ങൾ അപ്പോസ്തലനായ പത്രോസിന്റെ നാവിൽ കൂടി ഈ സമയം നമ്മൾ കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയെന്ന്. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു വസ്ത്രമാണ് താഴ്മ ധരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ധരിച്ചുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് താഴ്മ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന്. പാപികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് ദൈവം ഇന്നുവരെയും പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. പാപികളെ ഒരിക്കലും ദൈവം അകറ്റി നിർത്തിയിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം നിഗളികളോട് ദൈവം ഹല്ലേലൂയ എതിർത്ത് നിൽക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ നിഗളം വരാറുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് സാത്താൻ പിശാച് ഉണ്ടായതെന്ന്? ഹല്ലേലൂയ. പിശാച് എങ്ങനെയാണ് ഉണ്ടായത്? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ മാലാഹമാരുടെ അരികിലേക്ക് അവൻ സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു. ഹല്ലേലൂയ. ശരിക്ക് ദൈവം സാത്താനെ നിർമ്മിച്ചത് ഒരു ഡസ്റ്റ്ബിൻ ആയിട്ടാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഡസ്റ്റ്ബിൻ? നമുക്കറിയാം, നമ്മുടെ ഇവിടെയുള്ള അഴുക്കുകളെല്ലാം തൂത്തു കൂട്ടിയിട്ട് നമ്മളൊരു ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് നിക്ഷേപിക്കും. അതിനുവേണ്ടിയാണ് ദൈവം നിർമ്മിച്ച ആളാണ് ആര്? ഈ സാത്താൻ എന്ന് പറയുന്ന ടീം. ഈ ദേഹത്തെ സൃഷ്ടിച്ചത് അവിടെയുള്ള തിന്മകളെല്ലാം, അഴുക്കായതെല്ലാം ഭൂമി നിർമ്മിച്ചപ്പോൾ അവിടെയുള്ള അഴുക്കായതെല്ലാം കൊണ്ടുവന്ന് നിക്ഷേപിച്ച ആളാണ് ആര്? ഈ സാത്താൻ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്വർഗത്തിലേക്ക് വരെ കയറി ചെല്ലാൻ പുള്ളിക്ക് സാധിച്ചു. പുള്ളി അവിടെ ചെന്ന് അവിടുത്തെ ദൂതന്മാരുടെ പ്രധാനിയായ ലൂസിഫർ, ഏറ്റവും സൗന്ദര്യമേറിയ മാലാഖയായിരുന്നു ഈ ലൂസിഫർ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാരിൽ വെച്ച് ദൈവം കഴിഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ള മാലാഖയാണ് ആര്? ഈ ലൂസിഫർ. ആ ലൂസിഫറിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കിടന്നു ചെന്ന് അവന്റെ ഉള്ളിൽ അവൻ എന്തുണ്ടാക്കി? നിഗളമുണ്ടാക്കി. ഹല്ലേലൂയ. ആദ്യമായി ഉണ്ടായ പാപമാണ് നിഗളം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. ആ നിഗളം വന്നപ്പോൾ ആ ലൂസിഫർ പറഞ്ഞു, ലൂസിഫർ നോക്കി, തന്നിലേക്ക് നോക്കി, ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തെക്കാളും ഉന്നതനാണ് ഞാൻ എന്ന് ഒരു തോന്നൽ ഈ ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഉണ്ടായി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ആ നിഗളം അവന്റെ ഹൃദയത്തിൽ സാത്താൻ കൊണ്ടിക്കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ അവൻ പറഞ്ഞു, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ എന്റെ സിംഹാസനം വെക്കുമെന്ന്. ഹല്ലേലൂയ. അവനുള്ള പ്രകാശവും അവന്റെ തേജസ്സെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതായിരുന്നു പ്രിയപ്പെട്ടവരെ. അല്ലാണ്ട് അവന് സ്വന്തമായിട്ടൊരു തേജസ്സുമില്ല, ഒരു പ്രകാശവുമില്ല, ഒരു ഓജസ്സുമില്ല. ഹല്ലേലൂയ. ഇതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ കടാക്ഷം കൊണ്ട് മാത്രം ലഭിച്ച ഒന്നാണ് ദൂതന്മാർക്ക് എല്ലാവർക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രകാശമാണ് അവരിലുള്ളത്. ഹല്ലേലൂയ. അവരുടെ ഹൃദയം അങ്ങ് അഹങ്കരിച്ചു. ഈ ലൂസിഫറിനോട് ചേർന്ന് നിന്ന അനേകായിരം ദൂതന്മാരിലും ഹല്ലേലൂയ ഈ നിഗളം ഉണ്ടായി പ്രിയപ്പെട്ടവരെ. ഈ നിഗളം വന്നതോടുകൂടി ഹല്ലേലൂയ
അവരിൽ നിന്ന് മഹത്വം പോയി പ്രിയപ്പെട്ടവരെ. ആ നിഗളം വന്നപ്പോൾ മഹത്വം പോയി. ഹല്ലേലൂയ. ദൈവം അവിടെ നിന്ന് ആ തേജസ്സുള്ള സ്വർഗത്തിൽ നിന്ന് അവരെ ഈ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. അവരാണ് ഈ കുട്ടിപ്പിശാചുക്കൾ പ്രിയപ്പെട്ടവരെ, ഈ തേജസ് പോയവരെ. ഹല്ലേലൂയ. ആ കുട്ടിപ്പിശാചുക്കളാണ് നമ്മളെ വീഴിക്കാനായിട്ട് വരുന്നത്. ഈ കുട്ടിപ്പിശാചുക്കളാണ് നമ്മുടെ ഉള്ളിൽ എന്ത് കൊണ്ടുവരുന്നത്? അവർ വീണ അതേ പാപം തന്നെ നമ്മളിലും കൊണ്ടുവന്നിടാൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം വെറുക്കുന്ന ഏക പാപം നിഗളം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഈ പിശാചുകൾ നമ്മുടെ ഹൃദയത്തിൽ നിഗളം കൊണ്ടുവരും. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ഹൃദയത്തിനുള്ളിൽ ഏതെങ്കിലും നിഗളം വന്ന് കയറിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ നാം ആ നിഗളത്തെ പുറത്താക്കിയാണ്. ഹല്ലേലൂയ. ആ നിഗളത്തിന്റെ പിശാചുക്കൾ നമ്മളിൽ നിന്ന് പോവുകയാണ്. ഹല്ലേലൂയ. കാരണം യേശു താഴ്മ നമ്മളെ ധരിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ നിഗളമുണ്ടെങ്കിൽ ഏറ്റു പറയണം, കർത്താവേ, നിഗളം വന്നുപോയി, അഹങ്കാരം വന്നുപോയി, അപ്പ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അപ്പൻ ക്ഷമിച്ചു തരും. ഇവിടെ പറയുകയാണ്, ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിനെന്ന്. അന്ന് മൂപ്പന്മാർക്കൊന്നും കീഴടങ്ങുന്ന ഒരു സ്വഭാവമൊന്നും അന്ന് ഇളയവർക്കില്ല. കാരണം അവരിലെ നിഗളം കയർന്നുകൊണ്ടാണ് മൂപ്പന്മാർക്ക് കീഴടങ്ങുവാൻ കഴിയാത്തത്. അപ്പൊ തമ്മിൽ കീഴടങ്ങി, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊണ്ടുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തിയാൽ നീ ഉയർന്നുള്ളൂ മകനെ. ഹല്ലേലൂയ. മകളെ, അതിന് നീ എന്ത് ചെയ്യണം? ദൈവം നിന്നെ ഉയർത്തും. അതിന് ഒന്നേ ചെയ്യണ്ടു, അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ ഒന്ന് താണിരിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇന്നു മുതൽ, ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ ഒന്ന് താണിരിക്കട്ടെ. ഹല്ലേലൂയ. അവന്റെ ബലമുള്ള കരം. ഹല്ലേലൂയ. അവന്റെ ആണിപ്പാടുള്ള കരം. ഹല്ലേലൂയ. തകർക്കപ്പെട്ട കടം തരം. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് എന്റെ യേശുവിന്റെ ആണിപ്പാടുള്ള കരം. ഹല്ലേലൂയ. ആ കരത്തിന് കീഴിൽ നീ ഒന്ന് താണിരിക്കാമെങ്കിൽ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അപ്രകാരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സകല ചിന്താകുലങ്ങൾ വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ കുറെ പിശാചുക്കളുടെ കാര്യം. അവർ കുറെ ചിന്താകുലങ്ങളുമായിട്ട് പിന്നാലെ വരും. പ്രിയപ്പെട്ടവരെ, അവരൊരു നാണവുമില്ല. അവൻ വന്നുകൊണ്ടേയിരിക്കും. നിഗളം നമ്മൾ നിക്ഷേപിക്കാൻ നോക്കും, ചിന്താകുലവും നിക്ഷേപിക്കാൻ നോക്കും. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാ ചിന്താകുലങ്ങളും എല്ലാ ഭാരങ്ങളും യേശുവിന്റെ മേൽ ഇട്ടിട്ട് വേണം ഇന്ന് പോകാനായിട്ട്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്നവർ ഒരു ഭാരവും വെച്ചുകൊണ്ട് പോകരുത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ വർഷങ്ങളായി നമ്മെ മുറുകെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അതായത് ടാറ് പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. ഒത്തിരി ശാസിച്ചു നോക്കി, എന്തെല്ലാം നോക്കി. ഹല്ലേലൂയ. അനേകം ദേവദാസന്മാർ തലയിൽ കൈവച്ച് നോക്കി. ഹല്ലേലൂയ. എന്തെല്ലാം ചെയ്തിട്ടും ഈ മുറുകെ പറ്റുന്ന പാപം പോകുന്നില്ല. ഹല്ലേലൂയ. അതിൻ്റെതായ ചില ഊറിയ രസങ്ങൾ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കിടക്കുന്നു. ഹല്ലേലൂയ. അതെല്ലാം ഇന്ന് കത്തിച്ചാമ്പലായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിന്നെ തീയാൽ ഇന്ന് കഴുകണം. ഹല്ലേലൂയ. നമുക്കറിയാം, തീയിൽ ടാറെല്ലാം ഉരുകി പോകുന്നത് നാം കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. നമ്മെ തീയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ ഒന്ന് വിശുദ്ധീകരിപ്പാൻ, ഹല്ലേലൂയ, കർത്താവിന് കടന്നു വരികയാണ്. ഇന്ന് നമ്മെ തീയാൽ കഴുകി നമ്മെ എഴുന്നേൽപ്പിക്കും. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പറ്റിക്കിടക്കുന്ന നിഗള സ്വഭാവങ്ങൾ, ഹല്ലേലൂയ, ചിന്താകുലങ്ങൾ, ഹല്ലേലൂയ, മുറുകെ പറ്റുന്ന അനേകം പാപത്തിന്റെ രസങ്ങൾ, ഹല്ലേലൂയ, അതെല്ലാം ഇന്ന് കത്തിച്ച് കളയണമേ കർത്താവെ. ഇന്ന് വലിയ തീ ഞങ്ങളുടെ മേൽ കത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാമോ പ്രിയപ്പെട്ടവരെ? Young men, in the same way be submissive to those who are older. All of you, clothe yourselves with humility towards one another, because good opposes the proud, but gives grace to the humble. Humble yourselves, therefore, under God's mighty hand, that He may lift you up in due time.
cast all your anxiety on him because he cares for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ശുശ്രൂഷ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, പിതാവിന്റെ സന്നിധിയിലായിരിക്കുന്നു. തീയാവുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ അന്ന് അയച്ചത്? ഹല്ലേലൂയ. അന്ന് ആ മാളിക മുറിയിൽ കൂടിയിരുന്ന ആ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ അഗ്നിനാവ് പോലെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എത്ര പേർ കൊതിക്കുന്നു, കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയാൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ. ഞാനും കർത്താവേ നിന്റെ അരികിലേക്ക് വരികയാണ്. അടിയനെയും കഴുകണമേ എന്ന പ്രാർത്ഥനയോടെ, തീയാൽ അടിയനെയും കഴുകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അപ്പാ, ഞങ്ങളെ ഇന്ന് തീ കൊണ്ടൊന്ന് സ്നാനപ്പെടുത്തണം. ഹല്ലേലൂയ. തീയാലുള്ള അഭിഷേകം. ഹല്ലേലൂയ. അപ്പാ, സ്വർഗത്തിന്റെ തീ. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കൊതിക്കുന്നു. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹല്ലേലൂയ ആ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന തീയെ ഈ നിസ്സാരരായി ഞങ്ങളുടെ മേൽ പകരണമേ. തീ ഞങ്ങളുടെ ശരീരത്തിന്റെ മേലും മനസ്സിന്റെ മേലും ആത്മാവിന്റെ മേലും പകരണമേ. സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് യേശുവേ. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. തീയാലുള്ളൊരു കഴുകൽ തന്നെ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. സ്വർഗീയ തീയേ. ഹല്ലേലൂയ. സ്വർഗീയ തീയേ. ഹല്ലേലൂയ. അപ്പാ, ഹല്ലേലൂയ. 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 എത്ര പേര് കൊതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ തീയങ്ങൾ കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ചിന്താകുലങ്ങളെല്ലാം നിന്റെ മേൽ വയ്ക്കുന്നു. ഞങ്ങളുടെ പാപഭാരങ്ങളെല്ലാം യേശുവിന്റെ മേൽ ഇറക്കി വയ്ക്കുന്നു. സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഹല്ലേലൂയ. യേശു കരുതുമെന്ന് മകനെ. നിന്റെ ഭാവി അവൻ കരുതും. നിനക്കൊരപ്പനുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിൽ നിനക്ക് അപ്പനില്ലായിരിക്കാം, എന്നാൽ സ്വർഗത്തിലെ അപ്പൻ നിന്നെ കരുതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അപ്പാ, സ്തോത്രം. ഇന്നയോളം അടിയനെ കരുതിയവൻ. ഹല്ലേലൂയ. എന്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിനു ശേഷം ഈ പ്രായം വരെയും സ്വർഗത്തിലെ ദൈവം എന്നെ കരുതി. ഹല്ലേലൂയ. എന്നെ കാത്തു. ഹല്ലേലൂയ. എന്റെ പാപങ്ങൾ അവൻ ക്ഷമിച്ചു. ഹല്ലേലൂയ. അവൻ എന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ എന്നിൽ നല്ല വേല ചെയ്തു. ഹല്ലേലൂയ. അത് അന്ത്യത്തോളം തികയ്ക്കും എന്റെ യേശുവേ. ഹല്ലേലൂയ. അപ്പാ, നീ ഞങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് നന്ദി. ഹല്ലേലൂയ. നീ ഞങ്ങളെ സന്ദർശിപ്പാൻ എഴുന്നള്ളി വന്നതിന് നന്ദി. ഹല്ലേലൂയ. നിസ്സാരരാണപ്പാ ഞങ്ങൾ. ഹല്ലേലൂയ. ഒരു നന്മയും ഉള്ളവരല്ല അപ്പാ. എങ്ങനെ നിന്നെ തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. യോഗ്യതയില്ലാതെ ഞങ്ങളെ തെരഞ്ഞെടുത്തു. ഞങ്ങൾ നിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ ഞങ്ങൾ താണിരിക്കട്ടെ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നിങ്ങൾ താണിരിപ്പീൻ. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിങ്ങൾ താണിരുന്നാൽ ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ വലിയൊരു അഭിഷേകം അവൻ പകരും. ഹല്ലേലൂയ. നിങ്ങൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദയിലും പിന്നെ ഭൂലോകത്തിന്റെ ശമരിയയിലും പിന്നെ ഭൂലോകത്തിന്റെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെയല്ല ദൈവം കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ നീ താണിരിക്കാമെങ്കിൽ ഹല്ലേലൂയ, അവന്റെ അഭിഷേകം നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. നമുക്ക് താണിരിക്കാം. അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നീളം വരാതെ ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ ബലമുള്ള കരത്തിന് കീഴിൽ ഞങ്ങൾ താഴ്ത്തുന്നു. ഞങ്ങളുടെ ദേഹം, ഞങ്ങളുടെ ദേഹി, ഞങ്ങളുടെ ആത്മാവ് ഞങ്ങൾക്ക് നീ തന്നതായ എല്ലാം, തന്നതല്ലാതെ ഒന്നുമില്ല അപ്പാ. ഹല്ലേലൂയ. എല്ലാം നിന്റെ പാദപ്പെടുത്തി താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ബലമുള്ള കരത്തിൽ കീഴിൽ ഞങ്ങൾ താണിരുന്നു കൊള്ളാം. ഇനി ഞങ്ങൾ കൂടി കാണുന്നത് വരെയും ഹല്ലേലൂയ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കണമേ. ഞങ്ങളുടെ മരണം എപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. യേശുവിന്റെ രണ്ടാമത്തെ വരവ് എപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കർത്താവെ, നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഓരോ സമയങ്ങളിൽ മരണം വഴിയായി നിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരും. എന്റെ ദൈവം സ്നേഹത്തിന്റെ നിറവായവൻ.
ഹല്ലേലൂയ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. സ്വർഗം, ദൈവരാജ്യം, ദൈവസ്നേഹത്തിന്റെ നിറവാണ്. ഹല്ലേലൂയ. എന്റെ യേശു ഇങ്ങോട്ട് വന്നില്ല എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും, യേശുവേ നീ രണ്ടാമത് ഇങ്ങോട്ട് വരാൻ നീ താമസിച്ചാൽ ഞങ്ങൾ ഹല്ലേലൂയ അങ്ങോട്ടേക്ക് ഞങ്ങൾ വരുമെന്ന്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്നും ഈ ഭൂമിയിൽ തന്നെ കിടക്കുവാനാണോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സന്തോഷം? ഹല്ലേലൂയ. എത്ര പേർ യേശുവിനോട് പറയും, യേശുവേ നീ ഇങ്ങോട്ട് വരുവാൻ വൈകുന്നു എങ്കിൽ ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമെന്ന്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് മരണം വഴിയായി നടക്കുന്നത്. അനേകം ആത്മാക്കൾ ഓരോ ദിവസവും കടന്നു ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ വഴിയായി കടന്നു പോകുന്നു, രോഗങ്ങൾ വഴിയായി കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വരവ് വൈകുന്നുവെങ്കിൽ ആത്മാക്കൾ അങ്ങോട്ടേക്ക് പറന്ന് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതം കൊണ്ട് അവസാനിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, മരണം എന്ന് പറയുന്ന ഒരു വാതിലാവുന്നു. ആ വാതിൽ തുറന്നാൽ നമ്മൾ സ്വർഗ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഇന്ന് സ്നേഹത്താൽ നമ്മൾ നിറയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി നമുക്ക് സ്തുതിയെ തികച്ച്, വിശുദ്ധിയെ തികച്ച്, വേല തികച്ച് കർത്താവേ ഞങ്ങൾക്ക് അങ്ങയുടെ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ദേശത്ത് നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ഓരോ ജനത്തെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ വഴിയായി ഈ ശബ്ദം കേൾക്കുന്നുണ്ടമേ കർത്താവേ, നിന്റെ തീയുടെ അഭിഷേകം പകരണമേ, നിന്റെ രക്തത്താലുള്ള കഴുകൽ നൽകണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. രോഗികളെ ഞങ്ങൾ ഭവനത്തിലാക്കിയിട്ട് പോകുന്നവരുണ്ട് കർത്താവേ. അവരുടെ മേലിപ്പോൾ നിന്റെ ആണിപ്പാടുകാരം നീട്ടി അവരുടെ പൂർണ്ണ സൗഖ്യം ശരീരത്തിൽ പ്രഖ്യാപിക്കണമേ അപ്പ. ഹല്ലേലൂയ. സൗഖ്യം പ്രഖ്യാപിക്കുന്നവനായ യേശു. ഹല്ലേലൂയ. യേശുവാണ് പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുന്നത്. പരിശുദ്ധാത്മാവാണ് സൗഖ്യം കൊടുക്കുന്നത്. ഈ ഭൂമിയിലെ മനുഷ്യരാരുമല്ല സൗഖ്യം കൊടുക്കുന്നത്. നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനായ യേശു ഇന്ന് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ മനുഷ്യരാരെയും നിങ്ങൾ നോക്കരുത്. മനുഷ്യരാരുമല്ല. ഹല്ലേലൂയ. എന്നാൽ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാം ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ സൗഖ്യമാക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ഒരു മനുഷ്യനുമല്ല അനുഗ്രഹിക്കുന്നത്, ആ ബലമുള്ള കരം. ഹല്ലേലൂയ. നിങ്ങൾ താണിരിക്കാമെങ്കിൽ ഹല്ലേലൂയ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ജീവിതം ഏൽപ്പിക്കുക. നിങ്ങളുടെ രണ്ട് കരങ്ങളും യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അത് ഉറപ്പുള്ള കരമാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കരമാണ്. ഹല്ലേലൂയ. ആ കരങ്ങൾ ഒരിക്കലും നിങ്ങൾ വിട്ടു മാറുകയില്ല. ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ നിത്യസ്നേഹത്താൽ ഞങ്ങളെ നിറച്ചെഴുന്നേൽപ്പിക്കണമേ. ഇതെല്ലാം നന്മകൾക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് വചനങ്ങൾക്കായി ഞങ്ങളെ പ്രസ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ എഴുതുന്നതിന് നന്ദി പിതാവേ. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങൾ ആരംഭിക്കുന്നതിന് നന്ദി പിതാവേ. ഹല്ലേലൂയ. ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഹല്ലേലൂയ കർത്താവേ ഒരു ചലനമുണ്ടാവുവാൻ തക്കോണം, സന്തോഷം പകരുവാൻ തക്കോണം, സമാധാനം പകരുവാൻ തക്കോണം കർത്താവെ ഞങ്ങളെ സ്വർഗീയ നന്മകളാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അവിടുന്ന് ഈ സമയം ഇത്രയും ഞങ്ങളോട് സ്വന്തമായി ഇടപെട്ടതിന് നന്ദിയപ്പ. തുടർന്നുള്ള ശുശ്രൂഷകളിലും ഞങ്ങളുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ കർത്താവേ. യാത്രകളിൽ കൂടിയിരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നമ്മൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന ദൈവത്തിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.